യോഗയ്ക്ക് ഓംകാരം ആവശ്യമാണ്. യോഗ ഓംകാരം എന്ന് പറയുന്നത് ശബ്ദ പ്രപഞ്ചത്തിൻ്റെ ഒറ്റ എഴുത്തിലുള്ളതാണ്. ഓമിനൊരു പ്രത്യേക മതത്തിൻ്റെ അടയാളമാണോ ഓം? ഓം മതം എന്ന് പറഞ്ഞാൽ മതം എന്ന് ഹിന്ദു മതം വരുമ്പോൾ അതിൻ്റെ ഹിന്ദു മതമേ അല്ല, ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. ഡോക്ടർ രാധാകൃഷ്ണൻ ലോകത്ത് പറഞ്ഞത് ഹിന്ദു ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. നിങ്ങൾക്ക് സാധാരണ ജിമ്മിൽ പോകുന്നത് ഇറ്റ് അപ്ലൈസ് ഓൺലി ഓൺ ദി ഫിസിക്കൽ പ്ലെയിൻ. യോഗ ഒന്ന് ഫിസിക്കൽ, മെൻ്റൽ, സ്പിരിച്വൽ ആൻഡ് ആത്മ ലെവൽ. ഒരു 40 വയസ്സ് കഴിയുമ്പോഴേ സ്വാഭാവികമായിട്ടും കണ്ണിന് ചെയ്യുന്നില്ലല്ലോ. മണിപുരക ആക്ടിവേഷൻ ചെയ്ത് പിന്നെ അതിൻ്റെ ഉള്ള സമാനനായിട്ട് കൂർമ്മം ചെയ്ത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് അങ്ങേരാണ് എന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങേരെ കണ്ണ് കാഴ്ച പ്രാണി ഹീലിംഗ് ചെയ്ത് 20% പോയത് ഞാൻ പോയി 80% കയറ്റി വിട്ട ശേഷമാണ് അങ്ങേര് ഇതൊക്കെ ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്യുന്നത്. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം തിരുമൂലർ ചിത്രപീഠം മഠാധിപതി ശ്രീ ശിവയോഗി ശിവരാജൻ സ്വാമികളാണ്. സ്വാമിജി നമസ്കാരം. നമസ്കാരം. ഈ നരേന്ദ്രമോദി ഇന്ത്യ ഭരിച്ചതിന് ശേഷമാണ് യോഗയ്ക്കൊരു പ്രാധാന്യം കൊടുത്തു. അത് പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളായിട്ടുണ്ട്. യോഗ ഒരു വലിയ സംഭവമാണോ? പലരും ഓംകാരം എടുക്കാനും മടിക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ ആൾക്കാർ യോഗ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ ഈ ഓംകാരം എന്നുള്ള സംഭവങ്ങളൊന്നും എടുക്കാറില്ല. യോഗയ്ക്ക് ഓംകാരം ആവശ്യമാണ്. സ്വാമിജി എന്താ ഉദ്ദേശിക്കുന്നത്? യോഗ ഓംകാരം എന്ന് പറയുന്നത് ശബ്ദ പ്രപഞ്ചത്തിൻ്റെ ഒറ്റ എഴുത്തിലുള്ളതാണ്. സിലബിൾ, ഒരു എഴുത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സിലബിൾ വെച്ചാൽ ഒരു കോൺസണൻറ്റ് ആൻഡ് വൺ വവൽ. ഇതിൽ 2 കോൺസണൻറ്റ് ആൻഡ് 1 വവൽ ചേർന്നാണ് ഓംകാർ. അപ്പോൾ ആ ഊ ഇം അതിൽ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ. ഇത് ഓം എന്ന് നിങ്ങൾ കറക്റ്റ് പ്രൊസീജിയറുണ്ട് പറയുന്നത്. ഇങ്ങനെ ഓം കഴുത്തിൽ ഇങ്ങനെ കരിച്ചാണ്ടെല്ലാം കറങ്ങിയിട്ട് വെർട്ടിക്കലാ നേസൽ സൗണ്ട് ഇങ്ങനെ വന്നാൽ ഓംകാരം എന്ന് വരുമ്പോൾ അതിന് ഇങ്ങനെ ഒരു സ്പൈറൽ എനർജി ഉരുവാകും. ഇങ്ങനെ സ്പൈറൽ എനർജി ഉണ്ടാകുമ്പോൾ അതിൽ നാദവും ബിന്ദുവും കൂടെ അതിലുണ്ടാവും. ക്രിയേറ്റീവ് പവർ, നാദം എനർജി ആൻഡ് ബിന്ദു മാറ്റർ, എനർജി ആൻഡ് മാറ്റർ. അപ്പോൾ ഓംകാരത്തിൽ നിന്നാണ് ഈ ക്രിയേഷൻ വരുന്നത്. ഇത് നടരാജർ തത്വത്തിൽ ഉടുക്ക വെച്ചടിക്കുന്നതെന്ന് ഓംകാർ. ആ ഓംകാരം തന്നെ എല്ലാ ക്രിയേഷനും വരുന്നത്. അതുകൊണ്ട് ഓംകാർ ഹിന്ദു മതത്തിൽ അത് മാത്രമല്ല, ഇറ്റ്സ് എ പ്രൈമോഡിയൽ സൗണ്ട്. നിങ്ങൾ മറ്റേ ഇപ്പോൾ ഇംഗ്ലീഷിലുള്ള ലെറ്ററൊക്കെ പറഞ്ഞാൽ മാക്സിമം ലങ്സിൽ നിന്ന് ഇതുവരെയാണ്. നമുക്ക് ആ മൂലാധാരത്തിൽ നിന്ന് വരണം, ഊ അനാഗത്തിൽ, ഇം സഹസ്രാരത്തിൽ വരണം. അപ്പം ഇങ്ങനെ വരുന്ന ഒറ്റ സൗണ്ട് ഇതാണ്. ഇറ്റ് ഈസ് എ മദർ ഓഫ് ഓൾ സൗണ്ട്സ് ആൻഡ് ഇത് അതിൻ്റെ ടോട്ടൽ ഓഫ് ഓൾ സൗണ്ട്സ്. നിങ്ങളുടെ യോഗയിൽ ഓം എന്ത് വിശേഷം എന്ന് പറഞ്ഞാൽ മൂലാധാരത്തിലുള്ള ഇത് ലെറ്റർ എല്ലാം ഇത് വം, രം, യം എല്ലാத்தைയും ടോട്ടലായി കൂട്ടിയാൽ ഓംകാർ. ഈ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം കാണുന്നുണ്ടല്ലേ യോഗയിൽ ഓം? ചില രാഷ്ട്രീയക്കാരുടെ മാത്രം ആണ് അങ്ങനെ പറഞ്ഞാൽ. ഇവിടെ ഞങ്ങൾ പറയാറുണ്ട് സംഗി എന്നൊക്കെ പറയും. അങ്ങനെ ഒരു വാക്ക് അവർ കൊടുക്കുന്നുണ്ട്, അങ്ങനെ ഒരു പദം ഓംകാരം ഉപയോഗിച്ച് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ഇവർ ആ ഓമിനൊരു പ്രാധാന്യം കൊടുക്കാത്തത്. ഓമിനൊരു പ്രത്യേക മതത്തിൻ്റെ അടയാളമാണോ ഓം? ഓം മതം എന്ന് പറഞ്ഞാൽ മതം എന്ന് ഹിന്ദു മതം വരുമ്പോൾ അതിൻ്റെ ഹിന്ദു മതമേ അല്ല, ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. ഡോക്ടർ രാധാകൃഷ്ണൻ ലോകത്ത് പറഞ്ഞത് ഹിന്ദു ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. മതം പിന്നാടി വന്നപ്പോൾ ഇനി അവർ തന്നെ ഹിന്ദു മതം എന്ന് പേര് വെച്ചത്. മതം ക്രിസ്ത്യാനിറ്റി ഇതൊക്കെ ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി 2000 വെച്ചാൽ എത്ര ഒരു 20 തലമുറയല്ലേ, അല്ലെ 40 തലമുറയാണ് അതിൻ്റെ അകത്ത് തന്നെ വന്നത്. ബുദ്ധിസ്റ്റ് വെച്ചാൽ അതിന് ഒരു 300 കൊല്ലം. അതിൻ്റെ മുമ്പ് ഇത് ഒരു വേ ഓഫ് ലൈഫ് ഇരുന്നു. അപ്പോൾ ആ മതങ്ങളിൽ നിന്ന് വേർപെടുത്തി അറിയാൻ ഹിന്ദു മതം എന്ന് പറഞ്ഞു. ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. ഇറ്റ് നേച്ചറിലുള്ള ഓംകാരമാണ് ഇരിക്കുന്നത്. നേച്ചർ ഓംകാരം ഇരിക്കുന്നത്. ഇത് നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല. ഏൻഷ്യൻ പറഞ്ഞു കഴിഞ്ഞു. വി ആർ ഇൻഡപ്റ്റഡ് ടു ഇന്ത്യൻസ് ഫോർ ഫൈൻഡിങ് 0, 108 ആൻഡ് ഓംകാർ. ഓംകാർ എന്ന് പറയാൻ കാരണം ഈ സൗണ്ട് ആഡിബിൾ. ഇപ്പം ഞാൻ പറയുന്ന ഓംകാർ കാറ്റ് വഴി നിങ്ങളുടെ കാതിന് വരുന്നു, പക്ഷേ കാറ്റ് മണ്ഡലത്തിന് പുറത്തും ഓംകാറുണ്ട്. ഡ്യൂ ടു ദി റൊട്ടേഷൻ ഓഫ് പ്ലാനറ്റ്സ് ഓംകാർ ഈസ് ക്രിയേറ്റഡ്, ബട്ട് ഇറ്റ് ഈസ് ഇൻആഡിബിൾ ടു യുവർ ഇയർ. നിങ്ങളുടെ കാത് 7 ലാംഡ to 22 ലാംഡ തന്നെ കേൾക്കും. ഇത് അതിൻ്റെ മുകളിലുള്ളതാണ്. അത് ഏൻഷ്യൻ പറയുന്നതുകൊണ്ട്. സോ ഇന്ത്യൻസ് പറയുന്നത് ശരി തന്നെ, ഈ ഓംകാറാണ് എല്ലായിടത്തും നിറഞ്ഞിരുന്ന ഒരു ഇത്.
ഈ ചില രാഷ്ട്രീയക്കാർ എല്ലാത്തിനും രാഷ്ട്രീയം കാണുന്നതുകൊണ്ടായിരിക്കും അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അംഗീകരിക്കാത്തത്. എന്തായാലും ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് സ്വാമിജി ജനിച്ചത് എവിടെയാണ്? ഞാൻ ജനിച്ചത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ ഇരണിയൽ, നമ്മുടെ മാർത്താണ്ഡവർമ്മ പാലസിൻ്റെ അടുത്താണ്. അതാണ് ഈ ഒരു സന്യാസ ജീവിതം അതാണ് എൻ്റെ ലൈഫ്. അങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ മാരീഡ് തന്നെ, മാരേജായി. എനിക്ക് അതിൻ്റെ ശേഷം തന്നെ ഒരു കുണ്ടലിനി റൈസിങ് എക്സ്പീരിയൻസ് ഉണ്ടായി. അതിൻ്റെ ശേഷം ഞാൻ ഹിമാലയത്തിൽ പോകാൻ തുടങ്ങി. പല ലെക്ചർ, വലിയ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ചെയ്ത്, ഹയർ യോഗ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തു. സൈഡ് ബൈ സൈഡ് ഞാൻ ജോലിയിലും ഇരുന്നു. അത് ട്രിവാൻഡ്രത്ത് തന്നെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് പത്മതീർത്ഥത്തിൻ്റെ കുളത്തുള്ള അതാണ്. അതിൽ നിന്ന് ശേഷം എല്ലാ ബ്രാഞ്ചിലും ഞാൻ ജോലി ചെയ്ത് ലാസ്റ്റ് ഈ കൈമനം ടെലികോം ട്രെയിനിങ് സെൻറ്ററിൽ യോഗ ടീച്ചറായിട്ട് എല്ലായിട്ടും ജോലി ചെയ്ത് പിന്നെ ട്രാൻസ്ഫറിൽ തമിഴ്നാട്ടിൽ പോയി. അപ്പോൾ അതാണ് ഇങ്ങനെ ചെയ്തത്. ഒരു BSNL ഉദ്യോഗസ്ഥനായിരുന്നു അല്ലേ? അതെ, BSNL ഉദ്യോഗസ്ഥനായിരുന്നു. അതെ. കുടുംബജീവിതം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് യോഗയ്ക്ക് ഇത്ര പ്രാധാന്യമുണ്ട്? അത് യോഗയിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സാധാരണ ജിമ്മിൽ പോകുന്നത് ഇറ്റ് അപ്ലൈസ് ഓൺലി ഓൺ ദി ഫിസിക്കൽ പ്ലെയിൻ. യോഗ ഒന്ന് ഫിസിക്കൽ, മെൻ്റൽ, സ്പിരിച്വൽ ആൻഡ് ആത്മ ലെവൽ കണക്റ്റിംഗ് ഫിസിക്കൽ ബോഡി, ആസ്ട്രൽ ബോഡി ആൻഡ് കാസൽ ബോഡി. ഇതാണ് യോഗയുടെ വിശേഷം. മറ്റത് നിങ്ങൾ ജിമ്മിൽ പോവുകയാണെങ്കിൽ പോകുമ്പോൾ വന്ന് ഫ്രഷാ പോകും, എല്ലാ എക്സസൈസ് പുറത്ത് വരുമ്പോൾ ടയർഡാണ് വരും. യോഗ ചെയ്യാൻ ടയർഡാ പോയാൽ വരുമ്പം ഫ്രഷാ വരും. കാരണം വെച്ചാൽ പ്രോട്ടീൻ പൗഡർ കഴിക്കേണ്ടി വരും. പ്രോട്ടീൻ അത് തന്നെ. ഇത് അങ്ങനല്ല. ഇത് വന്ന് എന്താണെന്ന് വെച്ചാൽ കോൺസെൻട്രേറ്റിംഗ് ഓൺ ഇൻറ്റേർണൽ ഓർഗൻസ്. അപ്പോൾ ഹെൽത്ത് ഇതിൽ റിലേറ്റ് അത് കൺസർവേഷൻ ഓഫ് എനർജി. അത് മാത്രമല്ല കോസ്മിക് എനർജിയെ ക്രിയേറ്റ് ചെയ്യുന്നത് യോഗ. അതുകൊണ്ടാണ് ഇന്ന് വേൾഡ് ഫുള്ള് യോഗ ചെയ്യാൻ കാരണം. യോഗയിൽ വന്ന് വെച്ചാൽ ഇത് ക്ലെൻസസ് യുവർ ഫിസിക്കൽ ബോഡി, ആസ്ട്രൽ ക്ലെൻസിങ്, കാസൽ ബോഡിയും ക്ലെൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിന് മുതലായിട്ട് യോഗ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓർഡിനറി വെറും ആസനമല്ല, ഇതെല്ലാം ചക്ര ആക്ടിവേഷൻ യോഗയിലാണ് ആസ്ട്രൽ ബോഡി ആൻഡ് കാസൽ ബോഡി കണക്റ്റ് ആവുന്നത്. അതിലാണ് മർമ്മവും കണക്റ്റ് ആയിരിക്കുന്നത്. ഈ സാധാരണ നമ്മളൊരാൾ യോഗ ട്രെയിനിങ് ക്ലാസ്സിന് പോയി, അപ്പോൾ നമ്മളിപ്പോൾ യോഗ ഡേക്കൊക്കെ ചെയ്യുന്ന അതേ പ്രാക്ടീസിന് ഡെയിലി പോകുന്നു. ഈ യോഗ തുടർന്ന് ചെയ്യുമ്പോഴാണോ നമ്മൾ ഈ ഒരു ആത്മീയത, ഈ ചക്രാസൊക്കെ ഉണർത്തുന്നത്? ഇതിൻ്റെ ബേസാണോ നമ്മളിപ്പോൾ ആദ്യം ചെയ്യുന്നത്? അതായത് യോഗ എന്ന് പറഞ്ഞാൽ അഷ്ടാംഗ യോഗ. അഷ്ടാംഗ നിയമം അത് വന്ന് ഡൂസ് ആൻഡ് ഡോൺസ്. നിങ്ങൾ ഇതൊക്കെ ചെയ്യണം, ഇതൊക്കെ ചെയ്യരുത്, ഇന്ന ആഹാരം കഴിക്കണം, ഇത് കഴിക്കരുത്, ഇങ്ങനെയുള്ള ഇത് ആരും ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല. ആക്ച്വലി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ശേഷം തേർഡ് സ്റ്റെപ്പ് ആസനം. ആസനം എന്ന് വെച്ചാൽ അത് ഒരു ഫിസിക്കൽ എക്സസൈസ് പോർഷൻ ഓഫ് ദി അഷ്ടാംഗ യോഗ. ബട്ട് ഇത് ഒരു പ്രിലിമിനറിയേ ഉള്ളൂ ആസനം. അടുത്തത് പ്രാണായാമം, അതവിടെ ഹയ്യർ. അത് ഈ പ്രാണായാമം ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അത് പ്രാണിക് ലെയർ, ഫിസിക്കൽ ബോഡിയുടെ അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, അടുത്തത് വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഈ ശൈവ സിദ്ധാന്തത്തിൽ അതിന് ഔട്ടർ മന്ത്രമയ കോശം എന്നൊന്നുണ്ട്. മന്ത്രമയ കോശം. അപ്പോൾ അത് ചുറ്റിയുള്ള ഒരു ഒരു ഷീറ്റ് ഓഫ് മന്ത്രമയ കോശം. അപ്പോൾ അതൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ പ്രാണായാമം പ്രാണിക് ലെയർ ബിയോണ്ട് ദി ഫിസിക്കൽ ബോഡി ഒരു ലെവൽ കൂടെ പോകുന്നു പ്രാണായാമം. ശരി, റൈറ്റ്. അപ്പോൾ അതിൻ്റെ തരുന്ന പ്രത്യാഹാരം എന്നൊന്നുണ്ട്. അത് മൈൻഡ് വിട്രയൽ ഓഫ് 5 സെൻസസ് അതാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ വേറെ എല്ലാവരും ആസനം പ്രാണായാമം വെച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ്റർനാഷണൽ യോഗ ഡേയിലും കുനിഞ്ഞ് മുന്ന് ചെയ്യുന്നതാണ് വീഡിയോയിൽ കാണുന്നത്. പീപ്പിൾ കൺഫ്യൂസ് ബിറ്റ്വീൻ ആസന ആൻഡ് യോഗ. യോഗ മീൻസ് ടോട്ടൽ ഓഫ് യോഗ, ഒന്ന് ചേരുന്ന യൂണിയൻ വിത്ത് ഗോഡ്. അപ്പോൾ അത് ചക്ര ആക്ടിവേഷൻ വഴിയാണ് ഇത് വരുന്നത്. പ്രത്യാഹാര യോഗയെക്കുറിച്ച് പറയുന്ന ടെക്സ്റ്റ് ഒന്ന് തിരുമന്ത്രം, ഇന്നൊന്ന് ഷഡ്ചക്ര നിരൂപണം. അപ്പോൾ അത് ഞാൻ ബേസായി എടുത്ത് ഞാൻ ഹയർ ലെവൽ യോഗ ഞാൻ ഡീൽ ചെയ്യുന്നത്. ഹയർ ലെവൽ യോഗ ഇതിനുമാതിരി ആളുകൾ കൂടുതൽ കിട്ടില്ല. വിവരമുള്ളവരും ഇത് ഉള്ളവർ തന്നെ വരും. അപ്പോൾ അതിൽ ചക്ര ആക്ടിവേഷൻ യോഗ നിങ്ങളുടെ ലൈഫെ ചേഞ്ച് ചെയ്യാം. നിങ്ങളുടെ ഇത് മൂലാധാരം, അതുവഴിയായിട്ട് നിങ്ങളുടെ എനർജി മാനിപ്പുലേഷൻ, സിദ്ധം, ബുദ്ധി, മനസ്സ്, അഹങ്കാരം. മൂലാധാരം 4 പെട്ടൽ എന്നുണ്ട്. അത് സിദ്ധം, ബുദ്ധി, മനസ്സ്, അഹങ്കാരം എന്നുള്ളത് ശിവയോഗയിലേ ഉള്ളൂ എക്സ്പ്ലനേഷൻ. മറ്റൊരു 4 പെട്ടൽസ് എന്തോന്ന് പെട്ടൽസ് എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങളുടെ ലൈഫ് ഫോഴ്സാണ് ഡിവൈഡായി. അതിനെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് നിങ്ങൾ കൺസർവേഷൻ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിയமைക്കാം. ഇങ്ങനെയുള്ള രണ്ടാമത് നിങ്ങളൊരു സ്വാധിഷ്ഠാനത്തിലുള്ള 6 ടേസ്റ്റ്. ആ ടേസ്റ്റ് നിങ്ങൾക്ക് ഈ യോഗ വഴി വരുന്ന വെച്ച് നിങ്ങളുടെ വാദപിത്ത കവത്തെ നിങ്ങളെ മനസ്സിലാക്കാം.
എന്നിട്ട് നിങ്ങൾ കൂടി പോയാൽ ഡോക്ടറെ അടുത്ത് പോകണ്ട, ത്രൂ ഫുഡ്. ശരിയാ, അതിൻ്റെ പേര് ടേസ്റ്റ് മാനേജ്മെൻറ്റ്. അത് നമുക്ക് തന്നെ നമ്മുടെ രോഗം മനസ്സിലാക്കി ചികിത്സിക്കാം. ട്രീറ്റ്മെൻറ്റ് ടേസ്റ്റ് മാനേജ്മെൻറ്റ്. ത്രൂ ദി ടേസ്റ്റ് റിപ്പോർട്ടിങ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് എത്ര പേര്. അതിന് നിങ്ങൾ കൗണ്ടർ ടേസ്റ്റ്. ഇപ്പോൾ നിങ്ങൾ വാദം വിചാരുന്ന പുളിപ്പ് വരും. അപ്പോൾ എന്താ തുവർപ്പ് എന്ന് വെച്ചാൽ പഞ്ചിയൻറ്റ് കടുക്കായി നെല്ലിക്ക തന്നിട്ട് അത് ഓട്ടോമാറ്റിക്കായി ക്യാൻസൽ ആയിക്കൊള്ളും. പിത്തമാണെങ്കിൽ കയപ്പ്. അപ്പോൾ പിത്തത്തിന് കയ്പ്പ്. അപ്പോൾ പിത്തത്തിന് മരുന്ന് കയ്പ്പ് തന്നെ. ഈ പാവയ്ക്ക ഇതേമാതിരി ഉള്ള ഇതുകളായിട്ട് കഴിച്ചണം. കഫം വന്നാൽ കുറച്ച് സ്വീറ്റ് അനുഭവപ്പെടും. അതിൽ കുരുമുളക്, വെള്ളമുള്ളി ഇത് രണ്ടും യൂസ് ചെയ്താൽ. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോകുന്നത് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ യോഗ ചെയ്താൽ ഡോക്ടറെ അടുത്ത് പോകാതെ ഒരു ജീവിതം നയിക്കാം. കാരണം എന്ന് വെച്ചാൽ വാദപിത്ത കഫം ഡിസ്റ്റർബൻസിലല്ലേ നോയി വരുന്നത്. അക്കാർഡിംഗ് ടു സിദ്ധ മെഡിസിൻ ആൻഡ് ആയുർവേദ വാദം പിത്തം ഇതിൽ ഒന്ന് കൂടിയാലും കുറഞ്ഞാലും അസുഖം വരും. നിങ്ങൾ കൂടിയാൽ കണ്ടുപിടിച്ച് ഉടനെ ഇത് കിട്ടുമ്പോൾ കൗണ്ടർ ചെയ്ത് നോർമൽ എത്തുന്നു. എല്ലാத்தைയും കൺട്രോൾ ചെയ്ത് പിന്നെ അസുഖത്തിന് വരുന്നിട്ട് ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് ചക്ര ആക്ടിവേഷൻ യോഗയിലൂടെ തന്നെ വാദപിത്ത കഫത്തെ നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. സ്വാമിജി അതിലാണ് ഇത് സ്പെഷ്യലൈസ് ചെയ്ത്. അടുത്തത് മണിപൂരകത്തെ ആക്ടിവേറ്റ് ചെയ്ത് കണ്ണ് കാണാതെ 2-3 പേർക്ക് കണ്ണ് പവർ കൂട്ടിയിട്ടുണ്ട്. ഞാൻ പല സ്ഥലങ്ങളിലും പോയി പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 40 വയസ്സ് കഴിയുമ്പോഴേ സ്വാഭാവികമായിട്ടും ചെയ്യുന്നില്ലല്ലോ. മണിപൂരക ആക്ടിവേഷൻ ചെയ്ത് പിന്നെ അതിൻ്റെ ഉള്ള സമാനനായിട്ട് കൂർമൻ ചെയ്ത്. എൻ്റെ ഒരു സ്റ്റുഡൻ്റ് അങ്ങേരാണ് എന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങേരെ കണ്ണ് കാഴ്ച പ്രാണി ഹീലിംഗ് ചെയ്ത് 20% പോയത് ഞാൻ പോയി 80% കയറ്റി വിട്ട ശേഷമാണ് അങ്ങേര് ഇതൊക്കെ ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്യുന്നത്. ഇതേമാതിരി ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. അതിനും അത് കാരണം എന്ന് വെച്ചാൽ ഈ സമാനനിലുള്ള വായു, കൂർമൻ എന്നൊരു വായു ഉണ്ട്, അത് വന്ന് കണ്ണിൽ കണക്റ്റ് ആവുകയാണ്. അപ്പോൾ അതിൽ വന്ന് ഗാന്ധാരി എന്നുള്ള നാഡി ചാനൽ ഇടത് കണ്ണിനും പുരുഷൻ എന്നുള്ള നാഡി ചാനൽ ഇതിൽ ഏതെങ്കിലും വയറിങ്ങിൽ എനർജി ഫ്ലോ ഇല്ലെങ്കിലും കണ്ണ് അല്ലെങ്കിൽ കൂർമൻ പവർ കുറഞ്ഞു. അപ്പോൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ടെക്നിക്ക് ചക്ര ആക്ടിവേഷൻ യോഗയിലുണ്ട്.